हाय फ्रेंड्स, നമ്മൾ നോക്കാൻ പോകുന്നത് ദളിത് വിമർശ दलित का शाब्दिक अर्थ है जिसका दलन या दमन किया गया है। समाज में जो शोषित, गरीब, उपेक्षित, हतोत्साहित एवं वंचित है वह दलित है। ദളിത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ജിസ്കാ ദലൻ യാ ദമൻ കിയ, അവരാണ് ദളിത്. ആരെയാണോ ദലൻ അല്ലെങ്കിൽ ദമൻ കിയാ ഗയ ഹൈ, അടിച്ചമർത്തപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ പറയൂലേ, ദളിത്. സമാജ് മേ ജോ ശോഷിത്, ഗരീബ്, ഉപേക്ഷിത്, ഹതോത്സാഹിത് एवं वंचित है वह दलित है। दलित साहित्यकार शौर्यराज सिंह बेचैन के अनुसार दलित शब्द का सबसे पहले प्रयोग सन 1910 में स्वामी अच्युतानंद हरिहर ने किया था। ദളിത് സാഹിത്യകാരനായ ശൗര്യരാജ് സിംഹ് ബേച്ചൻ്റെ അഭിപ്രായത്തിൽ ദളിത് ശബ്ദത്തിൻ്റെ ആദ്യത്തെ പ്രയോഗം, സബ്സെ പഹലെ പ്രയോഗ 1910 സ്വാമി അച്യുതാനന്ദ് ഹരിഹറിനെ കിയാത. ആരാണ് ചെയ്തത്? സ്വാമി അച്യുതാനന്ദ് ഹരിഹറാണ് ദളിത് ശബ്ദം ആദ്യമായിട്ട് പ്രയോഗിച്ചതെന്നാണ് ദളിത് സാഹിത്യകാരനായ ശൗര്യരാജ് സിംഹ് ബേച്ചൻ അഭിപ്രായപ്പെടുന്നത്. ദളിത് ശബ്ദ का सर्वाधिक प्रचार डॉक्टर अम्बेडकर के लोक शिक्षा प्रचारक मंडल के दलित साहित्य सेवक संघ तथा 1970 के दशक में दलित पैमदस नामक दलितों के एक राजनीतिक दल ने किया था. ദളിത് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്തത് ആരാണ്? ഡോക്ടർ അംബേദ്കറിൻ്റെ ലോക് ശിക്ഷാ പ്രസാരക് മണ്ഡൽ, ലോക് ശിക്ഷാ പ്രസാരക് മണ്ഡലിൻ്റെ ദളിത് സാഹിത്യ സേവക് സംഘ് എന്ന് പറയുന്ന ആ സംഘടനയും തഥാ പിന്നീട് 1970 ईस्वीं के दशक में 1970 दलित पैमदस नामक दलितों के एक राजनीतिक दल ने किया था. ദളിത് പാംദസ് എന്ന് പറയുന്ന ദളിതരുടെ ഒരു കൂട്ടായ്മയാണ്. ആ ദളിതരുടെ കൂട്ടായ്മയും അംബേദ്കറിൻ്റെ ലോക് ശിക്ഷാ പ്രസാരക് മണ്ഡലിൻ്റെ നേതൃത്വത്തിലുള്ള ദളിത് സാഹിത്യ സേവക് സംഘും ഒക്കെയാണ് ഇതിന് കൂടുതൽ പ്രചാരം കൊടുത്തത്. ദളിത് ശബ്ദന് दलित विमर्श आरंभ से ही स्त्री विमर्श का सहयोगी रहा है, क्योंकि स्त्री विमर्श ने परंपरा से चले आ रहे शोषण युक्त वर्चस्ववादी व्यवस्था के विरुद्ध अपनी लेखनी द्वारा अपनी पहचान बनाई है. ദളിത് വിമർശനെ തുടക്കത്തിൽ തന്നെ നമുക്ക് സ്ത്രീ വിമർശൻ്റെ സഹയോഗിയായിട്ട് കണക്കാക്കാം. കാരണം സ്ത്രീ വിമർശയിൽ എന്താണ്? സ്ത്രീ വിമർശനെ പരമ്പരാസേ ചലേ ആരേഹേ ശോഷൺയുക്ത് വർജസ്വവാദി വ്യവസ്ഥയ്ക്ക് വിരുദ്ധ, അല്ലേ, പരമ്പരയായി വന്നുകൊണ്ടിരുന്ന വ്യവസ്ഥയ്ക്ക്, സ്ത്രീകളെ അടിച്ചമർത്തി ഇരുന്നതിന് എതിരെ ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഉള്ള എഴുത്താണ്, ലേഖനിയാണ് സ്ത്രീ വിമർശം എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ദളിത് വിമർശം എന്താണ്? പാരമ്പര്യമായി അടിച്ചമർത്തപ്പെട്ടവർ ഉയർന്നു വന്ന് അവരുടെ ഒരു എഴുത്താണ് ദളിത് വിമർശം എന്ന് പറയുന്നത്. स्त्री और दलित दोनों की स्थिति उनके जन्म से निर्धारित होती है. അല്ലേ, സ്ത്രീ ആയാലും ദളിതായാലും രണ്ടുപേരും അവരുടെ ജന്മം കൊണ്ടാണല്ലോ ഈ ഒരു അധിക്ഷേപത്തിന് പാത്രമാവുന്നത്. സ്ത്രീയോങ്കോ സ്ത്രീ ഹോനേക്കെ കാരണം, സ്ത്രീകൾ സ്ത്രീയായ കാരണം പുരുഷോംസെ തഥാ ദളിതോങ്കോ ദളിത് ഹോനേക്കെ കാരണം സവർണോംസെ നീച്ച മാനത്തെ ഹുയെ ശോഷിത് ഉത്പീഡിത് അവർ അപമാനിത് കിയാ ജാത്ത ഹെ. സ്ത്രീകൾ സ്ത്രീയായ കാരണം, ദളിതരായ കാരണം എന്ത് ചെയ്യുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന്, ദളിതർക്ക് സവർണരിൽ നിന്ന് ഒക്കെ ആണ് പീഡനങ്ങൾ, അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ദളിത് വിമർശയ്ക്ക് മാന്യത ഹേക്ക്, അപ്പം ദളിത് വിമർശ ഒന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമ്രാജ്യവാദി അല്ലെങ്കിൽ സത്താവാദി ശക്തിയോं द्वारा जिन विमर्शों को जन्म दिया जाता है उनसे सिर्फ विषमता और शोषण का सृजन होता है. दलित विमर्श ब्राह्मणवादी वर्चस्व को स्वीकार नहीं करता है. ഈ ദളിത് വിമർശ ഒരിക്കലും ബ്രാഹ്മണവാദി
വർജസ്വത്തിനെ അംഗീകരിക്കുന്നില്ല, അവർ അതിനെ സ്വീകരിക്കുന്നില്ല. അവർ വർണ്ണവ്യവസ്ഥ को രാഷ്ട്രീയ ഹിതമേം ഖതർനാക്ക് ബാൻതാ ഹെ. വർണ്ണവ്യവസ്ഥയാണല്ലോ നമ്മുടെ ഈ സാമൂഹ്യ സ്ഥിതിക്ക് അപകടകരമായി നിൽക്കുന്നത്. ഡോക്ടർ അംബേദ്കർ കെ അനുസാർ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അംബേദ്കറിൻ്റെ ഒരു കൊട്ടേഷനാണ് പറയുന്നത്. അംബേദ്കറിൻ്റെ അനുസരിച്ച്, അംബേദ്കർ അതിൻ്റെ അഭിപ്രായം അനുസരിച്ച്, ബ്രാഹ്മൺവാദ് സെ മേര ആശയ സമാനത സ്വതന്ത്രത ഭാईचाര और सामाजिक न्याय की भावनाओं के निषेध से है. यद्यपि ब्राह्मण इसके जनक है, लेकिन यह ब्राह्मणों तक ही सीमित न होकर सभी जातियों में घुसा हुआ है. ബ്രാഹ്മണാണ് ഇതിൻ്റെ ജനകെങ്കിലും അത് ബ്രാഹ്മണിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സഫി ജാതിയോം സെ എല്ലാ ജാതികളിലും കാണപ്പെടുന്നുണ്ട്. ഇതാരുടെ വാക്കുകളാണ്? അംബേദ്കറിൻ്റെ. डॉक्टर अम्बेडकर के अनुसार ब्राह्मणवाद से मेरा आशय समानता स्वतंत्रता भाईचारा और सामाजिक न्याय की भावनाओं के निषेध से है. यद्यपि ब्राह्मण इसके जनक हैं, लेकिन यह ब्राह्मणों तक ही सीमित न होकर सभी जातियों में घुसा हुआ है. अम्बेडकर वाकुകൾ. दलित विमर्श स्वतंत्रता समानता बंधुत्व और सामाजिक न्याय का निषेध करने वाली प्रत्येक विचारधारा का विरोध करता है. दलित विमर्श पूंजीवाद और ब्राह्मणवाद दोनों को खतरनाक मानता है. ദളിത് വിമർശ ഏതിനെയൊക്കെയാണ് അപകടകരമായി കണക്കാക്കുന്നത്? പൂഞ്ചിവാദ്, ബ്രാഹ്മണവാദിനെ, ഇത് രണ്ടിനെയും. दलित विमर्श सामाजिक भेदभाव विषमताओं अंधविश्वास कुरीतियों आदि का समूल नाश कर समतामूलक बंधुत्व भावना से ओतप्रोत जाति विहीन समाज के निर्माण के लिए सतत प्रयत्नशील करता है. ജാതി വിഹീനമായിട്ടുള്ള ഒരു സമൂഹത്തിനെ നിർമ്മിക്കാനായിട്ടാണ് ഈ ദളിത് വിമർശ വിഭാവനം ചെയ്യുന്നത്. ഇനി ദളിത് വിമർശയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഓം പ്രകാശ് വാൽമീകി, മോഹൻദാസ് നൈമിഷറായി, ഡോക്ടർ സൂര്യനാരായൺ രണസുഫെ, ഡോക്ടർ യശ്വന്ത് വീരോദയ്, ശരൺകുമാർ ലിംബാളെ, ഇത്രയും പേരെയാണ് ഇവരുടെ കൃതികൾ നോക്കാം. ഓം പ്രകാശ് വാൽമീകിയുടെ ദളിത് സാഹിത്യ അനുഭവ സംഘർഷ അവർ യഥാർത്ഥ 2013. ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര, ഇത് രണ്ടുപേരുടേതാണ്. ദളിത് വിമർശയിൽ വരുന്നതാണ്. ഓം പ്രകാശ് വാൽമീകിയുടേതാണ്. ദളിത് സാഹിത്യ അനുഭവ സംഘർഷ അവർ യഥാർത്ഥ 2013. ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്രം, രണ്ടും ഓം പ്രകാശ് വാൽമീകി. മോഹൻദാസ് നൈമിഷറായിയുടേതാണ്. ഭാരതീയ ദളിത് ആന്തോളൻ കാ ഇതിഹാസ് 4 ഖണ്ഡോं में 2013. ഭാരതീയ ദളിത് ആന്തോളൻ കാ ഇതിഹാസ്, അത് 4 ഖണ്ഡവുമാണ്, 2013. ആജ് ബാസാർ ബന്ദ് ഹെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആജ് ബാസാർ ബന്ദ് ഹെ ആരുടേതാണ്? മോഹൻദാസ് നൈമിഷറായിയുടേത്. ഡോക്ടർ സൂര്യനാരായൺ രണസുഫയുടേതാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ദളിത് ചേതന കി പഹചാൻ, ദളിത് ചേതന കി പഹചാൻ്റെ ഇയർ 2013. ഡോക്ടർ സൂര്യനാരായൺ രണസുഫയുടെ 2 ദളിത് വിമർശയിൽ വരുന്ന 2 പഠിക്കുക. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും ദളിത് ചേതന കി പഹചാനും, ദളിത് ചേതന കി പഹചാൻ ഇയർ 2013. ഡോക്ടർ യശ്വന്ത് വീരോദയ്, ഡോക്ടർ യശ്വന്ത് വീരോദയുടേതാണ്. ഹിന്ദി സാഹിത്യക്ക് മുഖ്യധാര 2010. ദളിത് ശിഖരോ കെ സാക്ഷാത്കാർ 2013. സത്ത വിമർശ ഏവം അസ്മിത വിമർശ 2017. ദളിത് സാഹിത്യക സാമാജിക സാംസ്കൃതിക ആധാർ 2018. ഒന്നുകൂടെ പറയാം. ഡോക്ടർ യശ്വന്ത് വീരോദയുടെ ഹിന്ദി സാഹിത്യക്ക് മുഖ്യധാര 2010. ദളിത് ശിഖരോ കെ സാക്ഷാത്കാർ 2013. സത്ത വിമർശ ഏവം അസ്മിത വിമർശ 2017. ദളിത് സാഹിത്യക സാമാജിക സാംസ്കൃതിക ആധാർ 2018. ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ശരൺകുമാർ ലിംബാളെ, അദ്ദേഹത്തിൻ്റെ ദളിത് ബ്രാഹ്മൺ, ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര 2014. ഹിന്ദു. നെക്സ്റ്റ് ദളിത് സാഹിത്യ വേദന അവർ വിദ്രോഹ്, ലാസ്റ്റ് വൺ ചുണ്ട് 2013. ശരൺകുമാർ ലിംബാളയുടെ ദളിത് ബ്രാഹ്മൺ, ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര, അതിൻ്റെ ഇയർ 2014. ഹിന്ദു. അടുത്തത് ദളിത് സാഹിത്യ വേദന അവർ വിദ്രോഹ്, ലാസ്റ്റ് വൺ ചുണ്ട് 2013.